ചക്ക വേവിക്കുവാണേ. ചക്ക ഞാൻ ആദ്യമേ ചക്ക അരിഞ്ഞ് വെച്ചതൊക്കെ വീഡിയോ എടുത്തതാണ്. പക്ഷേ അന്നേരം എനിക്ക് കോള് വന്ന് എടുക്കാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ അഹൻ്റെ അമ്മയും അച്ഛനും വിളിച്ചു കേട്ടോ. അപ്പം ഞാൻ എടുത്തു ഫോണ്. അവർ വിളിക്കുമ്പോൾ എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ വീഡിയോ അങ്ങ് പോയി. അതുകൊണ്ട് ചക്ക വെന്ത് വരുന്നു. ഇത് നിറയെ ഇങ്ങനെ പൊങ്ങിയിരിപ്പുണ്ടായിരുന്നു കേട്ടോ. വെന്തപ്പോഴത്തേക്ക് താന്നത് കണ്ടോ. അപ്പോൾ ചക്കയ്ക്ക് ഞാൻ ചതച്ച് വെച്ചു, അരപ്പ് ചതച്ച് വെച്ചു. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പിന്നെ ഈ മേളി വെളുത്ത് കിടക്കുന്ന തേങ്ങ ഞാൻ അത് അധികം ചതയ്ക്കാതെ ഇട്ടേക്കുവാണേ. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടാണ്. ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, തേങ്ങ, ഇത്രയും കൂടെയാണ്. പച്ചമുളക് ഇത്രയും കൂടെ ചതച്ചതൊക്കെ. ഇനി കറിവേപ്പില മാറ്റി വെച്ചേക്കുന്നു. ഇത് ഇളക്കാൻ നേരം കൂട്ടത്തിലിട്ട് ഇളക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത്രയും ആയി. ഇനി ആരും വിളിക്കല്ലേ ഭഗവാനെ, ഇത് ഇളക്കിയെടുക്കും വരെ. ഞാൻ തേങ്ങ ചതച്ച് വെച്ച് ഇട്ട് കൊടുക്കുവാണേ. തേങ്ങ ചതച്ച് വെച്ച് മിക്സി കഴുകി ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ തേങ്ങയൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഇച്ചിരി അടച്ചു വയ്ക്കും. കറിവേപ്പില ഇട്ട് കൊടുത്ത് ഞാൻ ഇതിന് കടു ഇറക്കുന്നില്ല കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് എടുക്കാം. കാണാൻ പറ്റത്തില്ലല്ലേ. ഈ വിൻഡോയുടെ വെട്ടം കൊണ്ടാണ് ഇരുട്ട് പോലെ കാണുന്നത് കേട്ടോ. വിൻഡോയുടെ വെട്ടം കണ്ടോ. ഫോൺ ഇങ്ങോട്ട് തിരിച്ചപ്പോൾ കണ്ടോ, നല്ല പ്രകാശം. അങ്ങോട്ട് ആ വെട്ടത്ത് വിൻഡോയുടെ അടുത്തോട്ട് തിരിക്കുന്ന ഉടനെ നമുക്ക് കാണാൻ പറ്റത്തില്ല, ഇരുട്ടാവും. അതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഇപ്പുറത്ത് പാത്രം ഇരിക്കുന്നതേ കാണത്തുള്ളൂ. അപ്പം നമുക്ക് ചക്ക വെന്തു കണ്ട. നമുക്കിനി ഇളക്കാം. കുവൈറ്റിൽ തുറപ്പില്ലല്ലോ, നമ്മൾ തവി വെച്ചൊക്കെ ഇളക്കുന്നത്. ചെറിയൊരു പാത്രത്തിലാണ് വെച്ചത് കേട്ടോ. കൈ കഴുകി കൂട്ടുകാരെ, ഗായ്സ് എന്ന് പറയാൻ പറഞ്ഞത്. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കാം. ഭാഗ്യം എൻ്റെ ഫോണിൽ വിളിക്കാത്തത്. എൻ്റെ ഫോണിൽ ഇപ്പോൾ വിളിച്ചിരുന്നെങ്കിൽ കട്ടായിട്ടായിരുന്നു. കണ്ട
കഴിക്കും കേട്ടോ. എല്ലാ ഗൾഫിൽ കിടക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് കൊതിപ്പിക്കുമല്ല കേട്ടോ. എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചക്കയും കടുമാങ്ങി പഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. മെനിഞ്ഞാന്ന് കൊണ്ടുവന്നത്. പക്ഷെ ഇന്ന് നോക്കിയപ്പോഴും നല്ല പാറ മാതിരി ഇരിക്കുന്നു ഞെക്കിയപ്പം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് മുറിച്ച് നോക്കാം. ഒരു ചെറിയ പുളി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ പുളിയും എരിവും എല്ലാം കൂടെ ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ്. ചക്ക വേവിച്ച് കഴിഞ്ഞു. ചക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒന്നും കൂടി ഞാൻ കാണിക്കാം. കണ്ട അപ്പം എൻ്റെ ചക്ക എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചിക്കൻ കറി ഉണ്ട് ചക്കയ്ക്ക് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് വൈകിട്ട് ചക്കയാക്കാവുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ കാണുന്നവർ മുഴുവനായിട്ടും കാണണേ. പിന്നെ കാണാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ആരും വീഡിയോ കാണാതിരിക്കരുത്. എല്ലാവരും വീഡിയോ കാണണ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തൊന്ന് സഹായിക്കണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം. ഇനി അടുത്തൊരു വീഡിയോ വരും വരേക്കും. ബായ്.